നമുക്കിപ്പോൾ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് റിംഗ് കൗണ്ടേഴ്സ് ആണ്. റിംഗ് കൗണ്ടറിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പും ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും പല ടൈപ്പ് കൗണ്ടേഴ്സും ഒക്കെ പഠിച്ചു. അപ്പൊ നമ്മൾ പഠിച്ച ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്. ഈ റിംഗ് കൗണ്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിംഗ് കൗണ്ടറിന്റെ അകത്ത് നമ്മളിപ്പം ഷിഫ്റ്റ് രജിസ്റ്റർ ആണെങ്കിൽ നമുക്കറിയാം കുറെ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ട്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ എല്ലാം ഒരെണ്ണത്തിന്റെ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നു. ഈ ഒരു രീതിയിലായിരിക്കും ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് വരുന്നത്. ഈ റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. റിംഗ് കൗണ്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കും. ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലായിരിക്കും റിംഗ് കൗണ്ടറിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി റിംഗ് കൗണ്ടർ നമ്മൾ ബാക്കിയുള്ള കൗണ്ടേഴ്സ് സിൻക്രണസും അസിൻക്രണസും കൗണ്ടർ ഒക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ സിൻക്രണസ് കൗണ്ടറിനും അസിൻക്രണസ് കൗണ്ടറിലും ഒക്കെ പറഞ്ഞേക്കുന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബാക്കി നമ്മൾ പഠിച്ച കൗണ്ടറുകളിലെ പോലെ തന്നെ റിംഗ് കൗണ്ടറിന്റെയും കേസിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഇത്രയാണ് നമ്മൾ റിംഗ് കൗണ്ടറിനെ പറ്റി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഒന്ന്, റിംഗ് കൗണ്ടർ ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. രണ്ട്, റിംഗ് കൗണ്ടറിന്റെ കേസിൽ ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്തേക്കാണ്. പിന്നെ ബാക്കി നമ്മൾ പഠിക്കുന്ന കൗണ്ടറുകളിലേക്ക് പോലെ തന്നെ റിംഗ് കൗണ്ടറിലും നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഇനി നമുക്ക് റിംഗ് കൗണ്ടറിന്റെ വർക്കിംഗ് എങ്ങനെയാ വരുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന റിംഗ് കൗണ്ടർ എന്ന് പറയുന്നത്, റിംഗ് കൗണ്ടറിന്റെ കേസിൽ നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ ഡിസൈനിങ് അങ്ങനെയൊന്നും പഠിക്കാനില്ല. അതിന്റെ ഒരു സ്ട്രക്ചറും അതേപോലെ തന്നെ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നതെന്നും അതിന്റെ വർക്കിംഗ്, ടൈമിംഗ് ഡയഗ്രാം, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ നമുക്ക് റിംഗ് കൗണ്ടർ നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ട് വേണമെങ്കിലും റിംഗ് കൗണ്ടർ ഡിസൈൻ ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഒരു 4 ബിറ്റ് റിംഗ് കൗണ്ടർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന റിംഗ് കൗണ്ടർ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 4 ബിറ്റ് റിംഗ് കൗണ്ടർ ആണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഏത് കൗണ്ടർ ആണെങ്കിലും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് ബിറ്റ്സ് ആണ്. അപ്പൊ ഇവിടെ 4 ബിറ്റ് റിംഗ് കൗണ്ടർ ആണ്. സോ ഇവിടെ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് 4 വരും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ വരച്ചിട്ടുണ്ട്. അതിന്റെ ഇൻപുട്ട് D0, D1, D2, D3 എന്ന് മാർക്ക് ചെയ്തു. ഔട്ട്പുട്ട് Q0, Q1, Q2, Q3 എന്ന് മാർക്ക് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞു ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്യുന്നു. സോ ആ ഒരു കണക്ഷനും കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് സിൻക്രണസ് മോഡിലാണ് നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ സെയിം ക്ലോക്ക് ഇൻപുട്ട് തന്നെ 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകളിലേക്കും അപ്ലൈ ചെയ്തു. ഇനി ഇവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മുടെ തൊട്ട് മുന്നേ പഠിച്ച ഓവർ റൈറ്റിംഗ് ഇൻപുട്ടുകൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രീസെറ്റും ക്ലിയറും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രീസെറ്റ് എന്ന് പറയുന്ന ഇൻപുട്ടാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി 3 ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ക്ലിയർ എന്ന് പറയുന്ന ഇൻപുട്ടുമാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് എന്ന് പറയുന്ന ആ ഒരു ഇൻപുട്ട് എടുത്ത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രീസെറ്റിലേക്ക് കണക്ട് ചെയ്തു. ബാക്കി 3 ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലിയറിലേക്ക് കണക്ട് ചെയ്തു. ഇത് ലോ ആക്റ്റീവ് സിഗ്നൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ബബിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോർമലി ഫ്ലിപ്പ് ഫ്ലോപ്പ് വരയ്ക്കുമ്പോൾ പ്രീസെറ്റ് മുകളിലായിട്ടും ക്ലിയർ ഇൻപുട്ട് താഴെയായിട്ടും വരുന്ന രീതിയിലായിരിക്കും വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ റിംഗ് കൗണ്ടറിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി നമുക്കിതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് നോക്കാം. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ഇനിഷ്യലി നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഇവിടെ നോക്കിയേ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നത് നോക്കണം. അപ്പൊ Q0, Q1, Q2, Q3, അതായത് നമുക്ക് ഈ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിനും ക്ലോക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരുന്നത് നോക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ടേബിൾ എഴുതുമ്പോൾ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ടായി Q0, Q1, Q2, Q3 ഉണ്ട്. ഇനിഷ്യലി നമുക്ക് ക്ലോക്ക് ഇൻപുട്ട് നമ്മൾ നോക്കുന്നേ ഇല്ല. ഇനിഷ്യലി നമ്മുടെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് എന്ന് പറയുന്നത്
ആക്റ്റീവ് ലോ ആയിരിക്കും. ആ ടൈമിൽ നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് നോക്കുന്നേ ഇല്ല. ഇതിന്റെ വർക്കിംഗ് എങ്ങനെ വരിക എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ റിംഗ് കൗണ്ടറിന്റെ വർക്കിംഗ് നോക്കുകയാണ്. വർക്കിംഗ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നോക്കി ഇതിന്റെ ഒരു ടേബിൾ എഴുതുകയാണെങ്കിൽ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടും ക്ലോക്കും വരുന്നുണ്ട് ഇൻപുട്ടായിട്ട്. ഔട്ട്പുട്ട് Q0, Q1, Q2, Q3. ഇനിഷ്യലി ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ ആണ്, അതായത് അത് 0 ആയിട്ട് ഇരിക്കും. ആക്റ്റീവ് ലോ ഇൻപുട്ട് ആണ്. അപ്പൊ അത് ആക്റ്റീവ് ലോ ആയിട്ട് ലോ ആണെന്ന് കാണിക്കാനാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ആക്റ്റീവ് ആയിരിക്കുന്ന ടൈമിൽ നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് നോക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് ക്ലോക്ക് ഡോൺ കെയർ കൊടുത്തേക്കുന്നത്. അപ്പൊ നോക്കിയേ, ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ലോയാ. ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ലോ ആണെങ്കിൽ നമ്മുടെ പ്രീസെറ്റിലേക്കും ഒരു ലോ സിഗ്നൽ വരുന്നുണ്ട്, ക്ലിയറിലേക്കും ലോ സിഗ്നൽ വരുന്നുണ്ട്. ഇനി നമുക്കറിയാം, ഇപ്പൊ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രീസെറ്റ് ഇൻപുട്ട് ആക്റ്റീവ് ലോ ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിനെ പറ്റിയുള്ള വീഡിയോ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ പ്രീസെറ്റ് എന്ന് പറയുന്നത് ലോ ആണ്. സോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പൊ നമുക്ക് Q0 1 കിട്ടി. ഇനി സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിൽ ക്ലിയർ ഇൻപുട്ട് ലോ ആണ്. ക്ലിയർ ഇൻപുട്ട് ലോ ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ നമുക്ക് Q1 0 കിട്ടി. സിമിലർലി Q2 0 കിട്ടും. അതേപോലെ തന്നെ Q3 0 കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് നടക്കുന്നത്. ഇനിഷ്യലി നമ്മൾ ഇതിന്റെ അകത്തേക്ക് നമ്മളൊരു റിംഗ് കൗണ്ടർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഒരു ഇൻപുട്ടും അപ്ലൈ ചെയ്യുന്നില്ല. പകരം നമ്മൾ നമ്മുടെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിനെ ആക്റ്റീവ് ലോ ആയിട്ട് വെക്കാണ്. അങ്ങനെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ആക്റ്റീവ് ലോ ആകുമ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നമ്മൾ പ്രീസെറ്റ് ഇൻപുട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്രീസെറ്റ് ആക്റ്റീവ് ലോ ആണ്. ബാക്കി 3 ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും കേസിൽ ക്ലിയർ ഇൻപുട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയറും ആക്റ്റീവ് ലോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രീസെറ്റ് ഇൻപുട്ട് ആക്റ്റീവ് ലോ ആയതുകൊണ്ട് അതിന്റെ ഔട്ട്പുട്ട് 1 കിട്ടി. അങ്ങനെയാണ് Q0 1 വന്നത്. ബാക്കി 3 ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും കേസിൽ ക്ലിയർ ഇൻപുട്ട് ആക്റ്റീവ് ലോ ആണ്. സോ ക്ലിയർ ഇൻപുട്ട് ആക്റ്റീവ് ലോ ആയതുകൊണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 കിട്ടും. അങ്ങനെ നമുക്ക് Q0 1ഉം Q1, Q2, Q3 എന്ന് പറയുന്നത് 0യും കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഈ ഒരു ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് യൂസ് ചെയ്യുന്നേ ഇല്ല. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയാനാണെങ്കിൽ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിനെ നമ്മൾ അങ്ങ് ഹൈ ആക്കുകയാണ്. ഹൈ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു റോളും ഇല്ലല്ലോ. സോ നമ്മൾ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിനെ ഹൈ ആക്കുകയാണ്. ഇനി നമ്മൾ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് യൂസ് ചെയ്യുന്നേ ഇല്ല. പകരം നമ്മൾ നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മളിവിടെ ഒരു നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് കാണിക്കാനാണ് ഞാൻ ക്ലോക്ക് ഇൻപുട്ടിന് ഇങ്ങനെ ഒരു ഡൗൺ ആരോ വരച്ചേക്കുന്നത്. ഓക്കെ, സംഭവം ഇത്രേ ഉള്ളൂ. ആദ്യത്തെ ഒരു കേസ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് യൂസ് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിനെ ഹൈ ആക്കി വെച്ചു. ദെൻ ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ആ ഒരു ക്ലോക്ക് ഇൻപുട്ടിനെ കാണിക്കാൻ, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് കാണിക്കാൻ ഒരു ഡൗൺ ആരോയും കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് ഇപ്പോ ആദ്യത്തെ കേസിൽ നമുക്ക് Q0 1, Q1 0, Q2 0, Q3 0 കിട്ടി. ഇനി ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തൊട്ട് റൈറ്റിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കൊടുത്തേക്കാം. അപ്പൊ Q0 1 ആയതുകൊണ്ട് അത് D1ലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ D1 1 വരും. ദെൻ Q1 D2ലേക്ക് കണക്റ്റഡ് ആണ്. സോ D2 0 വരും. ദെൻ Q2 D3ലേക്ക് കണക്റ്റഡ് ആണ്. സോ D3 0 വരും. ദെൻ Q3 D0യിലേക്ക് കണക്റ്റഡ് ആണ്. സോ D0യും 0 വരും. ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ഇവിടെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിന് ഒരു റോളും ഇല്ല. നമ്മുടെ ക്ലോക്ക് ഇൻപുട്ടിനനുസരിച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ D ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് എന്ത് കൊടുത്തോ അത് തന്നെ ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ നോക്കിയാൽ നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്തു. അപ്പൊ D0 0 ആണ്. സോ നമുക്ക് Q0 0 എന്ന് കിട്ടും. ദെൻ D1 1 ആണ്. സോ നമുക്ക് Q1 1 എന്ന് കിട്ടും. D2 0 ആണ്. സോ നമുക്ക് Q2 0 എന്ന് കിട്ടും. D3 0 ആണ്. സോ നമുക്ക് Q3യും 0 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് തൊട്ടടുത്ത ലെവലിൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇവിടെയും നേരത്തെ പോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് തൊട്ടിപ്പുറത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്തേക്കാണ്. സോ Q0 0 എന്ന് കിട്ടിയത് D1ലേക്ക് വരും. Q1 1 എന്ന് കിട്ടിയത് D2ലേക്ക് വരും. Q2 0 എന്ന് കിട്ടിയത് D3ലേക്ക് വരും. Q3 0 എന്ന് കിട്ടിയത് D0യിലും പോയി. ദെൻ നമ്മൾ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോഴും നമ്മുടെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ഹൈ ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്.
അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, ഇൻപുട്ട് എന്താണോ അത് തന്നെ ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ D0 0 ആണ്, സോ നമുക്ക് Q0 0 എന്ന് കിട്ടും. ഇനി D1 എന്ന് പറയുന്നത് 0 ആണ്, സോ നമുക്ക് Q1 0 എന്ന് കിട്ടും. ദെൻ സോറി, ഇവിടെ ഒന്ന് പറഞ്ഞു തെറ്റിപ്പോയി. Q1 1 ആയതുകൊണ്ട് D2 1 ആയിരുന്നേ. ഓക്കെ, ഇപ്പൊ D2 1 ആണ്, സോ നമുക്ക് Q2 1 എന്ന് കിട്ടും. ദെൻ D3 0 ആണ്, സോ നമുക്ക് Q3 0 എന്ന് കിട്ടും. ഈ ഒരു പോർഷൻ ഞാൻ എഴുതിയത് തെറ്റിപ്പോയതാണ്. നമുക്ക് Q1 1 ആയിരുന്നു, സോ D2 1 ആയിരുന്നു. ഞാൻ അവിടെ അറിയാണ്ട് 0 എഴുതി പോയതാ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലോക്കിന് ഇങ്ങനെ കിട്ടി. ദെൻ നമ്മൾ വീണ്ടും ഒരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ എല്ലാം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തൊട്ട് റൈറ്റിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ട് ആയിട്ട് വരികയാണ്. അപ്പൊ Q3 0 ആയിരുന്നു. Q3 0 ആയതുകൊണ്ട് D0 0 വരും. ദെൻ Q0 0 ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് D1 എന്ന് പറയുന്നത് 0 വരും. പിന്നെ Q1 0 ആയിരുന്നു, സോ D2 എന്ന് പറയുന്നത് 0 വരും. പിന്നെ Q2 1 ആയിരുന്നു, അതുകൊണ്ട് D3യും 1 എന്ന് വരും. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാണ്. ആ ടൈമിൽ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 1 ആയിട്ട് വെക്കുകയാണ്. ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, D0 0 ആയതുകൊണ്ട് നമുക്ക് Q0 0 എന്ന് കിട്ടും. ഇനി D1 0 ആയതുകൊണ്ട് നമുക്ക് Q1ഉം 0 എന്ന് കിട്ടും. D2 0 ആയതുകൊണ്ട് നമുക്ക് Q2ഉം 0 എന്ന് കിട്ടും. D3 1 ആണ്, അതുകൊണ്ട് നമുക്ക് Q3 1 എന്ന് കിട്ടും. ഇനി നമ്മൾ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് വീണ്ടും അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഇൻപുട്ട് എന്ത് വരും? Q3 1 ആയതുകൊണ്ട് നമുക്ക് D0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. പിന്നെ Q0 0 ആയതുകൊണ്ട് D1 0 ആയിരിക്കും, D2 0 ആയിരിക്കും, D3യും 0 ആയിരിക്കും. ഇനി നേരത്തെ പോലെ നമ്മൾ ഒരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് 1 ആയിട്ട് തന്നെ വെച്ചേക്കാണ്. ഓക്കെ, D0 1 ആണ്, സോ നമുക്ക് Q0 1 എന്ന് കിട്ടും. D1 0 ആണ്, സോ നമുക്ക് Q1 0 എന്ന് തന്നെ കിട്ടും. D2 0 ആണ്, സോ നമുക്ക് Q2 0 എന്ന് തന്നെ കിട്ടും. D3 0 ആണ്, സോ നമുക്ക് Q3യും 0 എന്ന് കിട്ടും. അതായത് നോക്കിയേ, ഈ ഒരു സ്റ്റേറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു റിംഗ് കൗണ്ടറിൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഇവിടെ നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തും, അതുകൊണ്ട് 4 സ്റ്റേറ്റ് വരും. അപ്പൊ നോക്കിയേ, ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്, ഇത് സെക്കൻഡ് സ്റ്റേറ്റ്, ഇത് തേർഡ് സ്റ്റേറ്റ്, ഇത് ഫോർത്ത് സ്റ്റേറ്റ്. ദെൻ നമ്മൾ വീണ്ടും ഒരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. വീണ്ടും ഒരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്താൽ സെക്കൻഡ് സ്റ്റേറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ ആണ് ഒരു റിംഗ് കൗണ്ടറിന്റെ ഒരു വർക്കിംഗ് വരുന്നത്. ഇനി നമ്മൾ ഈ റിംഗ് കൗണ്ടറിന്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് ആദ്യമേ നമ്മുടെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് പ്രീസെറ്റ് കാരണം ഈ ഒരു Q0 എന്ന് പറയുന്നത് നമുക്ക് 1 ആയിട്ട് കിട്ടി. പ്രീസെറ്റ് കാരണം നമുക്കൊരു 1 കിട്ടി. ദെൻ നമ്മുടെ ഓരോ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ 1 എന്ന് പറയുന്നത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോവാണ്. ദെൻ വീണ്ടും ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ അത് വീണ്ടും ഇതേപോലെ 1 എന്ന് പറയുന്നത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരും. അതായത് നമ്മുടെ ഈ ഒരു പ്രീസെറ്റ് 1 എന്ന് പറയുന്നത് ഇവിടെ ഒരു റിംഗ് ഫോം ചെയ്യാണ്. അതായത് നമ്മളിപ്പോ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടുകൾ നോക്കാം. Q0, Q1, Q2, Q3 ആണ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടുകൾ. ആദ്യം Q0 1 ആയിരുന്നു, ദെൻ Q1 1 ആയി, ദെൻ Q2 1 ആയി, ദെൻ Q3 1 ആയി. വീണ്ടും നമ്മൾ ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വീണ്ടും Q0 1 ആവും, ദെൻ Q1 1 ആവും, ദെൻ Q2 1 ആവും, ദെൻ Q3 1 ആവും. അതായത് നമ്മുടെ ആ ഒരു പ്രീസെറ്റ് 1 എന്ന് പറയുന്നത് ഇവിടെ ഒരു റിംഗ് ഫോം ചെയ്യാണ്. അതുകൊണ്ടാണ് ഈ ഒരു കൗണ്ടറിന് റിംഗ് കൗണ്ടർ എന്നൊരു പേരും വന്നത്. ഇനി നമുക്കിതിന്റെ ടൈമിംഗ് ഡയഗ്രാം കൂടി നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മളിപ്പം റിംഗ് കൗണ്ടറിന്റെ വർക്കിംഗ് പഠിച്ചു, അതേപോലെ തന്നെ അതിന്റെ ഒരു ടേബിൾ എഴുതാനും പഠിച്ചു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു റിംഗ് കൗണ്ടറിന്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത് ഓവർ റൈറ്റിംഗ് ഇൻപുട്ടും ക്ലോക്കും ആണ്. ഔട്ട്പുട്ട് Q0, Q1, Q2, Q3. അപ്പൊ നമ്മളിവിടെ
ആദ്യമേ നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് മാർക്ക് ചെയ്തു. ദെൻ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ പീരിയഡിലേക്ക് മാത്രം, ആ ഒരു ഇനിഷ്യലി കുറച്ചു നേരത്തേക്ക് മാത്രമേ നമ്മൾ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ജസ്റ്റ് നോക്കി ഒരു ചെറിയൊരു ടൈം, അതായത് നമ്മുടെ ഒരു ക്ലോക്ക് പീരിയഡിന്റെയും പകുതിയെക്കാട്ടും കുറവായ ഒരു ടൈം മാത്രം അതിനെ ആക്റ്റീവ് ലോ ആക്കി വെച്ചു. ബാക്കിയുള്ള ടൈമിലേക്ക് അത് ആക്റ്റീവ് ഹൈ ആക്കി വെച്ചു. ഇനി ഇനിഷ്യലി നമ്മുടെ Q0 എന്ന് പറയുന്നത് ലോ ആണ്, Q1ഉം Q2ഉം Q3യും ഹൈ ആക്കി വെച്ചു. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ നമ്മുടെ ക്ലോക്ക് ഇൻപുട്ടിന് ഒരു റോളും ഇല്ല. ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് നോക്കാം. ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ലോ ആണെങ്കിൽ നമുക്ക് Q0 എന്ന് പറയുന്നത് 1 കിട്ടും. ഓക്കെ, Q0 എന്ന് പറയുന്നത് ഇനിഷ്യലി ലോ ആയിരുന്നു. ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ നമ്മുടെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് എന്ന് പറയുന്നത് ലോ ആയി. സോ Q0 ഹൈ ആയിട്ട് മാറി. ദെൻ Q0 ഇങ്ങനെ ഹൈ ആയിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ദെൻ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് എന്ന് പറയുന്നത് ആ ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ഹൈ ആണ്. ഇനി നമുക്ക് ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് നോക്കണ്ട. ഓക്കെ, Q0 എന്ന് പറയുന്നത് ഹൈ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളൊരു ക്ലോക്ക് ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ Q0യുടെ വാല്യൂ എന്ന് പറയുന്നത് ലോ ആവുകയാണ്. Q0 ലോ ആയി. ദെൻ നോക്കിയേ, അടുത്ത 2 ക്ലോക്കിന് Q0 ലോ ആയിട്ട് തന്നെ പോവും. അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ടിൽ വീണ്ടും Q0 ഹൈ ആവുന്നത്. ഇനി Q1ന്റെ കേസ് നോക്കുകയാണെങ്കിൽ Q1 ഇനിഷ്യലി ഹൈ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് വന്നപ്പോഴത്തേക്കും Q1 എന്ന് പറയുന്നത് ലോ ആയിട്ട് മാറി. കാരണം നമുക്കറിയാം ഈ Q0 എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആണ്. ദെൻ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആണ് Q1, തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആണ് Q2, ഫോർത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് ആണ് Q3. നമുക്കറിയാം, ഒരു സർക്യൂട്ട് ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ് നമ്മൾ പ്രീസെറ്റ് ഇൻപുട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ബാക്കി 3 ഫ്ലിപ്പ് ഫ്ലോപ്പിലും നമ്മൾ ക്ലിയർ ഇൻപുട്ട് ആണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ പ്രീസെറ്റ് ഇൻപുട്ട് ലോ ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. പക്ഷേ ക്ലിയർ ഇൻപുട്ട് ലോ ആണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആണ്. ഇത് നമുക്കറിയാവുന്ന കാര്യം. അപ്പൊ നോക്കി, ഇനിഷ്യലി നമ്മുടെ Q0 എന്ന് പറയുന്നത് ഹൈ ആയിട്ട്, Q1 എന്ന് പറയുന്നത് ഹൈ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് അതിന്റെ അകത്തേക്ക് നമ്മുടെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടായ ക്ലിയർ വരുന്നത്. അപ്പൊ ക്ലിയർ വന്നത് കാരണം ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ട് 0 ആയിട്ട് മാറും. സോ Q1 എന്ന് പറയുന്നത് 0 ആയിട്ട് മാറി. അതങ്ങനെ 0 ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 0 ആയിട്ട് പോവുകയാണ്. അതായത് ഈ ആദ്യത്തെ ഒരു ക്ലോക്ക് ഇൻപുട്ടിനും ആദ്യത്തെ ഒരു ക്ലോക്കിന്റെ ഒരു ടൈമിൽ, ആ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ആക്റ്റീവ് ആയ ഒരു ടൈമിൽ Q1 എന്ന് പറയുന്നത് 0 ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ദെൻ തൊട്ടടുത്ത ക്ലോക്കിൽ Q1 1 ആയിട്ട് മാറും. Q1 1 ആയിട്ട് മാറി. ദെൻ അടുത്ത 3 ക്ലോക്കിനും Q1 0 ആണ്. അങ്ങനെ Q1 ആദ്യത്തെ ക്ലോക്ക്, അടുത്തൊരു ക്ലോക്കിന് ലോ ആയിട്ട് പോയി. ഇനി Q2ന്റെ കേസിൽ ഇനിഷ്യലി Q2 ഹൈ ആയിരുന്നു. ആ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് വരുമ്പോൾ Q2 ലോ ആയിട്ട് മാറും. Q2 ലോ ആയിട്ട് മാറി. ആ ഒരു ക്ലോക്ക് പീരീഡ് ഫുൾ അത് ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്ലോക്ക് ഇൻപുട്ട് വന്നു. ആദ്യത്തെ ക്ലോക്ക് ഇൻപുട്ട് വരുമ്പോൾ Q2 ലോ തന്നെയാണ്. Q2 ലോ ആയിട്ട് പോയി. ദെൻ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് വരികയാണ്. അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് വരുമ്പം Q2 ഹൈ ആയിട്ട് മാറും. Q2 ഹൈ ആയി. ദെൻ അടുത്ത ക്ലോക്ക് ഇൻപുട്ട് വരുമ്പോൾ Q2 വീണ്ടും ലോ ആവുകയാണ്. ദെൻ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ടിനും Q2 ലോ ആണ്. ഇനി Q3യുടെ കേസിലാണെങ്കിൽ ഇനിഷ്യലി Q3 ഹൈ ആയിരുന്നു. നമ്മുടെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് വന്നപ്പോൾ Q3 ലോ ആയിട്ട് മാറി. Q3 ഇങ്ങനെ ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് വന്നു. അപ്പോഴും Q3 ലോ തന്നെ. Q3 ലോ ആയിട്ട് പോവാണ്. അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ടിനും Q3 ലോ ആണ്. Q3 ലോ ആയിട്ട് പോവാണ്. അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് വരുമ്പോൾ Q3 ഹൈ ആയിട്ട് മാറും. Q3 ഹൈ ആയി. അടുത്തൊരു ക്ലോക്ക് ഇൻപുട്ട് വരുമ്പോൾ Q3 വീണ്ടും ലോ ആവുകയാണ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ റിംഗ് കൗണ്ടറിന്റെ ടൈമിംഗ് ഡയഗ്രാം വരുന്നത്. റിംഗ് കൗണ്ടറിന്റെ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ ക്ലോക്ക് ഇൻപുട്ട് വയ്ക്കുക ഇതേപോലെ. ദെൻ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു ടൈമിൽ മാത്രമേ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ഉള്ളൂ. അത് ലോ ആക്റ്റീവ് സിഗ്നൽ ആണ്. സോ ഒരു ചെറിയൊരു ടൈമിൽ ലോ ആക്കി വെക്കുക, ബാക്കി ടൈമിൽ അത് ഹൈ. ഇനിഷ്യലി നമ്മുടെ Q0 മാത്രം ലോ, ബാക്കി ഉള്ള ആൾക്കാരെയെല്ലാം ഹൈ ആയിട്ടും വെക്കുക. ഇനി നമ്മുടെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് വരുമ്പോൾ Q0 ഹൈ ആയിട്ട് മാറും. ആദ്യത്തെ ക്ലോക്കിൽ ഹൈ ആയിട്ട് പോകും, പിന്നെ അത് ലോ ആയിട്ട് പോകും. അതുതാ നമ്മൾ ഈ ഒരു രീതി നോക്കിയാൽ മതി. ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് വന്നപ്പോൾ ഹൈ ആയി, ദെൻ ഓരോ ക്ലോക്കിനും കറസ്പോണ്ടിങ് ആയി അത് ലോ ആയിട്ട് പോകുന്നു. ഈ ഒരു രീതിയിൽ വരച്ചാൽ മതി. അതേപോലെ Q1 വരയ്ക്കുമ്പോൾ Q1 ഇനിഷ്യലി ഹൈ ആയിരുന്നു. ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിനാണ് അത് ലോ ആയത്. ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിന് Q1 ലോ ആണ്.
ദെൻ പിന്നെ ഓരോ അടുത്തൊരു ക്ലോക്കിന് 1 ആവും, പിന്നുള്ള ഓരോ ക്ലോക്കിനും ലോ ആയിട്ട് പോകും. Q2ന്റെ കേസിലും ഓവർ റൈറ്റിംഗ് ഇൻപുട്ട് ഉള്ള ആ ഒരു ക്ലോക്ക് പീരീഡിൽ അത് ലോ ആണ്. ദെൻ അടുത്തൊരു ക്ലോക്കിന് ലോ ആണ്. ദെൻ അടുത്ത ക്ലോക്കിന് ഹൈ ആയിട്ട് മാറും. പിന്നുള്ള ക്ലോക്കുകൾക്ക് ലോ. Q3യുടെ കേസിലും ആദ്യത്തെ ഓവർ റൈറ്റിംഗ് ഇൻപുട്ടിന്റെ ടൈമിലുള്ള ക്ലോക്കിന് ലോ ആണ്. ദെൻ ഓരോ ക്ലോക്ക് ഇൻപുട്ടുകൾക്കും അത് ലോ ആയി പോവും. ഈ ഒരു ക്ലോക്ക് ഇൻപുട്ടിന് അത് ഹൈ ആയിട്ട് വരും. ദെൻ വീണ്ടും അത് ലോ ആയി പോകും. ഈ ഒരു ടേബിള് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെങ്കിൽ, അതിന്റെ വർക്കിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് വരയ്ക്കാൻ അറിയാമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈസി ആയിട്ട് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ റിംഗ് കൗണ്ടറിന്റെ വർക്കിങ്ങും അതിന്റെ ടൈമിംഗ് ഡയഗ്രാം.